സ്വകാര്യ വ്യക്തി നാട്ടുകാരുടെ പേരിൽ വ്യാജ ഒപ്പിട്ട് നൽകിയ അപേക്ഷയിൽ മൈനർ ഇറിഗേഷൻ വകുപ്പ് അനുവദിച്ചത് 45 ലക്ഷം രൂപയുടെ പദ്ധതിയുടെ മറവിൽ വൻ ഭാരഗണനവും നടത്തുന്നു. ഇടുക്കി കാഞ്ചയാർ ഒറ്റമരത്തിലാണ് ചെക്ക് ഡാം നിർമ്മിക്കുന്നതിന് 45 ലക്ഷം രൂപ അനുവദിച്ചത്. വ്യാജ ഒപ്പിട്ട് അപേക്ഷ നൽകിയതിനെതിരെ നാട്ടുകാരും രംഗത്തെത്തി. CPI പ്രാദേശിക നേതാവിന്റെ പേരിലും വ്യാജ ഒപ്പുണ്ട്. നിയമ നടപടികൾ കുരുങ്ങുകയാണ് ഇതിൽ നാട്ടുകാർ. ജോമോൻ തോമസ് എന്ന വ്യക്തിയുടെ പേരിൽ മൈനർ ഇറിഗേഷൻ വകുപ്പ് ഇടുക്കി ഡിവിഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകിയിരിക്കുന്ന അപേക്ഷയാണിത്. കുടിവെള്ളത്തിനും ജലസേചന സൗകര്യത്തിനും ജലക്ഷാമം നേരിടുന്ന ഒറ്റമരത്ത് ഒരു ചെക്ക് ഡാം അനുവദിക്കണം. ഒപ്പം 20 പേരുടെ ഒപ്പും. തീയതി പോലുമില്ലാത്ത ഈ അപേക്ഷയിലാണ് ഇറിഗേഷൻ വകുപ്പ് 45 ലക്ഷം രൂപ അനുവദിച്ചത്. അനുവദിക്കുക മാത്രമല്ല, നിർമ്മാണവും ആരംഭിച്ചു. പഞ്ചായത്തിന്റെയും മറ്റും ഒരുവിധ അനുമതിയുമില്ലാതെ. പൂർണ്ണമായിട്ടും തോടിന്റെ പുറമ്പോക്കുക. കല്ല് പൊട്ടിച്ച് അവർ ദുരുപയോഗം ചെയ്യിക്കും. 45 ലക്ഷം രൂപ പദ്ധതിക്ക് അനുവദിച്ചെന്ന് അറിയുന്നത്. ഇപ്പോൾ ആർക്ക് വേണ്ടിയിട്ട് അന്ന് അനുവദിച്ചെന്ന് അറിയത്തില്ല. പഞ്ചായത്തിന് NOC മേടിക്കാതെ പണിയത്തില്ലെന്നാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ അപ്പോൾ റേഞ്ച് ഓഫീസർ പറഞ്ഞു പുള്ളി NOC കൊടുത്തെന്ന് പറയുന്നത്. മൈനിങ് ആൻഡ് ജിയോളജിയുടെ പേപ്പറിൽ ഒരു പേപ്പറും ഇല്ല. എന്നാൽ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന 20 പേരിൽ പദ്ധതിയുടെ ഗുണഫലം ലഭിക്കുന്നവരൊഴികെയുള്ളവരുടെ ഒപ്പുകൾ വ്യാജമായിട്ടിട്ടത്. ഇത് അപേക്ഷയിൽ പേരുള്ള CPI പ്രാദേശിക നേതാവടക്കം സാക്ഷ്യപ്പെടുത്തുന്നു. ഇതാ എൻ്റെ പേര് എഴുതിയിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇത് എൻ്റെ ഒപ്പല്ല. എൻ്റെ ഒപ്പ് ഇത് നിയമപരമായിട്ടാണെങ്കിൽ ഞാനെടുത്ത ഒപ്പ് എൻ്റെ റെക്കോർഡ് പരമായിട്ടുള്ള ഒപ്പ് ഇങ്ങനെയാണ്. ഇത് ഇട്ടിരിക്കുന്ന വ്യാജ ഒപ്പാണ്. നാട്ടുകാരുടെ പേരിൽ വ്യാജ ഒപ്പിട്ട് സർക്കാർ പദ്ധതി അനുവദിച്ചതിനെതിരെ ഇവർ കോടതിയെ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ്. അതായത് തോട് ക്രോസ് ചെയ്ത് തോട്ടിലുള്ള പാറയെല്ലാം കൂടെ പൊട്ടിച്ചാണ് ഇത് നിർമ്മിക്കാനായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കി നിയമപരമായ നടപടി സ്വീകരിക്കാനായിട്ടാണ് ഞാൻ പോകുന്നത്. അതായത് എൻ്റെ പേര് അനാവശ്യമായിട്ട് എഴുതിയിട്ടുകൊണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഞാനല്ല ഉപ്പിട്ടിരിക്കുന്നത്. കടുത്ത ജലക്ഷാമം നേരിടുന്ന പ്രദേശത്തെ ലക്ഷങ്ങൾ മുടക്കിയ പദ്ധതികൾ പോലും പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും യാഥാർത്ഥ്യമാകാതെ കിടക്കുന്ന സാഹചര്യത്തിലാണ് വെള്ളക്കടലാസിൽ വ്യാജ ഒപ്പിട്ട് നൽകിയ അപേക്ഷയിൽ ലക്ഷങ്ങൾ അനുവദിച്ചത്. ഉദ്യോഗസ്ഥ ഒത്താശയോടെയുള്ള അഴിമതി എന്നാണ് നാട്ടുകാരുടെ ആരോപണം. വിജിലൻസിനടക്കം പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. വീഡിയോ ജേർണലിസ്റ്റ് S. ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.